ഹലോ, എല്ലാവർക്കും സ്റ്റുഡൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് PCOD, ഫൈബ്രോയിഡ്, അതുപോലെ എൻ്റെ പ്രഗ്നൻസി എന്നതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഇന്നത്തെ നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ നിർബന്ധമായിട്ടും കാണാം, ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ PCOD അല്ലെങ്കിൽ എന്താണ് ഈ ഫൈബ്രോയിഡ് എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ പറയാം. കാരണം ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാതെ നമ്മൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ PCOD എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ഡാശയത്തിലുണ്ടാകുന്ന പിന്നെ സിസ്റ്റുകളെ അല്ലെങ്കിൽ കുമിളകളെയാണ് നമ്മൾ PCOD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈബ്രോയിഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഗർഭാശയത്തിലുണ്ടാകുന്ന മുഴകളെയാണ്. ഇതൊക്കെ നമുക്ക് വലുതും ചെറുതൊക്കെ ഉണ്ടാവാം, പിന്നെ ഒരുപാട് ഒന്നിലധികം ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും പ്രകടമാവണമെന്നില്ല. ചിലവർക്ക് ഇത് അറിയേ ഉണ്ടാവില്ല. അതിനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചിലവർക്ക് ഇത് മനസ്സിലാവുകയില്ല, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല, നമ്മൾ അറിയത്തന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ സ്കാനിങ്, നമ്മൾ ടെസ്റ്റിന് പോകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവും നമ്മൾ അറിയുകയുള്ളൂ. അപ്പോൾ ചിലവർക്ക് പക്ഷേ അമിതമായിട്ട് ലക്ഷണങ്ങൾ ഉണ്ടാവും. ഒന്ന് രോമവളർച്ച, മുഖത്തുണ്ടാവുന്ന രോമവളർച്ച, മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രോമവളർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ, അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ദേഷ്യം, സങ്കടം, അങ്ങനെയുള്ള ഇമോഷൻസിലുണ്ടാകുന്ന ചേഞ്ചസ്, ഇതൊക്കെയാണ് PCOD. പിന്നെ വല്ലാണ്ട് വണ്ണം വെക്കുക, അതൊക്കെയുണ്ട്. അതൊക്കെയാണ് ഈ PCODയുടെയൊക്കെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇവ കാരണങ്ങൾ പിന്നെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആവാതിരിക്കുക. അപ്പോഴൊക്കെ ആർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് PCOD ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്, അറിയുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് PCOD, ഫൈബ്രോയിഡിനെ കുറിച്ച് ഇത്രയും ചുരുക്കി പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ രണ്ടും രണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമുക്ക് വേറെ രീതിയിലേക്ക് സംഭവം എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ, നമ്മുടെ കല്യാണത്തിനൊക്കെ മുന്നേ നമ്മുടെ പീരിയഡ്സ് തുടങ്ങുമല്ലോ. നമ്മുടെ ഇത്ര വയസ്സിൽ നമ്മൾ മെൻസസ് നമുക്ക് വരും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആദ്യം എനിക്കുണ്ടായിരുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ നല്ല വേദന, വയറുവേദന നന്നായിട്ടുണ്ടായിരുന്നു, ബാക്ക് പെയിൻ, അതുപോലെ കാലുവേദന, അങ്ങനെയൊക്കെ നല്ല പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ബ്ലീഡിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ചിലവർക്ക് അതിനെക്കൊണ്ടൊരു പ്രശ്നവും ഉണ്ടാവില്ല, വേറെ കോംപ്ലിക്കേഷൻ അങ്ങനത്തെ. ചിലവർക്ക് മെൻസസ് ആയി അല്ലെങ്കിൽ പീരീഡ് ആയി എന്നുള്ളത് വേറെ ആരും അറിയോ പോലുമില്ല. ചിലവർക്ക് അറിഞ്ഞ ലോകം ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അറിയും എന്ന രീതിയിലാണ് അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ചിലവർക്ക് നല്ല പെയിൻ ഉണ്ടാവും, ചിലവർക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് പെയിൻ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ കോളേജിൽ കട്ട് ചെയ്യും. പിന്നെ ഫസ്റ്റ് ഡേ ഒക്കെയാണ് കട്ട് ചെയ്യും. ഒട്ടും പറ്റുന്നില്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ പക്ഷേ ഞാൻ ഈ വേദനയൊക്കെ സഹിച്ചു പിടിക്കുകയായിരുന്നു ചെയ്തത്. ഈ മെൻസസ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന പെയിന് നമ്മൾ സാധാരണ അല്ലേ, അത് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവും. അങ്ങനെ കാണിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അഥവാ നമ്മൾ കാണിച്ച് പിന്നെ ഒരുപാട് മെഡിസിനൊക്കെ കഴിച്ച് അത് ഭാവിയിൽ പിന്നെ അങ്ങനെയാണ് നമ്മൾ പണ്ട് മുതലേ കേട്ട് വളരുന്നത്. കാരണം ഒരുപാട് മെഡിസിനൊക്കെ കഴിച്ച് അത് ഭാവിയിൽ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻസിയിലേക്ക് കടക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന രീതിയിൽ കേട്ടപ്പോൾ വിചാരിച്ചു ഓക്കെ, ഇപ്പോൾ ഇതിനൊക്കെ നമുക്ക് സഹിക്കാം എന്ന രീതിയിൽ മെൻസസ് ആവുന്ന സമയത്ത്, അതായത് കല്യാണത്തിന് മുന്നേ ഒക്കെ ആയിട്ടുണ്ടാകും, പഠിക്കുന്ന സമയത്തൊക്കെ മെൻസസ് ആയ സമയത്ത് ഉണ്ടാകുന്ന പെയിന് നമ്മൾ കണ്ടില്ല നടിക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ സഹിച്ചു പിടിക്കും. അങ്ങനെ കടന്നുപോയി. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീരുമാനിക്കുമല്ലോ, ഫസ്റ്റത്തെ കുട്ടിയെക്കുറിച്ച് നമ്മൾ തീരുമാനിക്കും. ഫസ്റ്റത്തെ കുട്ടിയെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് ആദ്യത്തെ കുട്ടി പെട്ടെന്ന് തന്നെ വേണം എന്ന രീതിയിലാണ് വിചാരിച്ചത്. കാരണം ഒരുപാട് പേര് കുട്ടികളാവാതെ വിഷമിക്കുന്നവരുണ്ട്. പിന്നെ കുറേ പ്രായം കഴിഞ്ഞിട്ട് ഓക്കെ ഇനി നെക്സ്റ്റ് ഇനി കുട്ടികളാവാമെന്ന് ചിന്തിക്കുന്ന ചില സമയത്ത് കുട്ടികളാവില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ആദ്യം തന്നെ നമ്മൾ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടി പിന്നെ ഫസ്റ്റ് കുട്ടി വേഗം തന്നെ ആവണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ മാരേജ് കഴിഞ്ഞ് ഒരു 3 months ഒക്കെ ആകുമ്പോഴേക്ക് 3-4 month ആകുമ്പോഴേക്ക് പിന്നെ പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചിന്തിക്കുന്നത്, അപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിയിലേക്ക് കടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഭർത്താവിനും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റായി. ഓക്കെ, ഇതും വലിയ പ്രശ്നങ്ങളില്ല. അങ്ങനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഈ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങുന്നത്.
അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ഇങ്ങനെ പോയി. പിന്നെ എന്താ പറയുക, അപ്പോഴൊക്കെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ. അപ്പോൾ വിചാരിച്ചത് സിസേറിയൻ കഴിഞ്ഞതല്ലേ, സിസേറിയൻ കഴിഞ്ഞാൽ ചൂടിൽ നിൽക്കുകയല്ലേ, അപ്പോൾ എന്തായാലും അപ്പോൾ ഒരു ചേഞ്ചസ് ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്ക് പെയിൻ കുറഞ്ഞിരുന്നു. പെയിൻ അത്രയും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഓവറായിട്ട് ബ്ലീഡിങ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ സിസേറിയൻ കഴിഞ്ഞതല്ലേ, അപ്പോൾ എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്, സി സെക്ഷൻ കഴിഞ്ഞതാണ്, അപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുക, ഓക്കെ അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവും വിചാരിച്ചു. പിന്നെ ഇത് നല്ല രീതിയിൽ ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാൻ തുടങ്ങി. എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കുട്ടി പിന്നെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കാര്യം തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ പീരിയഡ്സ് ആവുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ നമ്മൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്കത് ഒരു ഇങ്ങനെ എന്താ ക്ലോട്ടായിട്ട് ഇങ്ങനെ കട്ടയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് ടെൻഷനാവും. കാരണം നമ്മൾ ഒന്നാമത് ഇത് കാണുമ്പോൾ ഈ പിന്നെ ബ്ലീഡിങ് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ടോട്ടലി നമ്മൾ അത്രയും വിഷമത്തിലേക്ക് നമുക്ക് പോകും. എന്താ പറയുക, ഇപ്പോൾ ഫിസിക്കലി കഴിയുന്നുണ്ടാവില്ല, അപ്പോൾ മെൻ്റലി മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക ആ ഒരു രീതിയിലേക്ക് പോകും. അങ്ങനെ എനിക്ക് ഒട്ടും പറ്റാതിരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തായാലും ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണണം. ഏതെങ്കിലും ഒരു ഡോക്ടർ നമ്മൾ എൻ്റെ ചൂട്ടൻ്റെ പിന്നെ ഡെലിവറി നടത്തിയ ആ പിന്നെ ഡോക്ടറെ തന്നെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളങ്ങനെ തീരുമാനിച്ച് പിന്നെ ഒരു ദിവസം പിന്നെ കാണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഡോക്ടർ പരിശോധിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മുടെ വയറ് പിന്നെ നമുക്ക് തൊട്ട് നോക്കിയിട്ട് അപ്പോൾ തന്നെ ഡോക്ടർക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും. കാരണം ഫൈബ്രോയിഡോ PCOD ഫൈബ്രോയിഡൊക്കെ ഉള്ള ഒരു സ്റ്റൊമക്ക് ആണെങ്കിൽ ഒക്കെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ച് ഹാർഡോ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഒന്നാമത് എനിക്ക് ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു വയറ് എനിക്ക് ഉണ്ട്, അത് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമത് അത്യാവശ്യം എനിക്ക് തടിയും ഉണ്ടായിരുന്നു, അപ്പോൾ വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ നമ്മൾ സ്കാനിങ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്കാനിങ് സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ തന്നെ അവിടെ നിന്നുള്ള സിസ്റ്ററിനോട് പറഞ്ഞത് ഇവൾക്ക് വയറുണ്ട്, കുറച്ച് അത് വയറ് നമുക്ക് വലിയ വയറുണ്ട്, ഫൈബ്രോയിഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഷോക്ക്ഡായത്. എന്താ വെച്ചാൽ എനിക്ക് ഫൈബ്രോയിഡ് ഒന്നും വരില്ല അങ്ങനെ വിചാരിച്ചു. കാരണം മെൻസസ് കൃത്യമായിട്ടാണ് എനിക്ക് അപ്പോഴും വന്നിരുന്നത്, പണ്ടും വന്നിരുന്നത്, കല്യാണം കഴിഞ്ഞും ആഫ്റ്റർ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ എന്താ പറയുക പീരിയഡ്സ് എനിക്ക് കൃത്യമാണ്, ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. കൃത്യം 7 ദിവസം കഴിയുമ്പോൾ തന്നെ അത് സ്റ്റോപ്പും ചെയ്യാറുമുണ്ട്. പീരിയഡ്സ് ബ്ലീഡിങ് നല്ലോണം ഉണ്ടെങ്കിൽ പോലും കറക്റ്റ് 7 days ഒക്കെ ആകുമ്പോഴേക്കും എനിക്കത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ ചിന്തിക്കുക എന്താണ്, കറക്റ്റായിട്ട് ഇത് ഡേറ്റിന് വരുന്നുണ്ട്, പിന്നെ 7 days ഒക്കെ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് പോയത്. പിന്നെ ഉണ്ടാകുന്ന ബ്ലീഡിങ് അല്ലേ, പിന്നെ ഒരു വേദനയല്ലേ, അത് ആ ഒരു കുറച്ച് സമയം ആ ഒരു ദിവസത്തേക്ക് സഹിച്ചാൽ പോരെ എന്ന രീതിയിലായിരുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് PCOD ഞാൻ ചിന്തിക്കുന്നില്ല, ഫൈബ്രോയിഡൊന്നും എനിക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് PCOD ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്, എല്ലാം ഉണ്ട് എന്നുള്ളത്. അയ്യോ, ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. അത് കഴിഞ്ഞ് ടെസ്റ്റ് റിസൾട്ടും കൊണ്ട് പിന്നെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഏട്ടനും ഷോക്ക്, എന്താ ഇത് എന്നുള്ള രീതിയിലായിപ്പോയി. പിന്നെ ടെൻഷനാവാൻ തുടങ്ങി കേട്ടോ. ഫൈബ്രോയിഡ് മുഴ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനായി. ഈ ഫൈബ്രോയിഡിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയായിരുന്നു. പിന്നെ ആ ഫൈബ്രോയിഡ് പിന്നെ അങ്ങനെ നമ്മൾ പറയാറില്ല, ഫൈബ്രോയിഡ് ചിലപ്പോൾ വലുതാകുമ്പോൾ പിന്നെ ക്യാൻസർ അങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെ പെട്ടെന്ന് കുറച്ച് സമയമല്ലേ വിട്ടു നമ്മൾ ചിന്തയൊക്കെ അങ്ങ് ഇവിടെ വേറെ ഏതോ ലെവലിലൊക്കെ എത്തി. അയ്യോ, വലിയൊരു പ്രശ്നമായി. പിന്നെ ഉള്ള ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ അത്ര വരെ നമ്മുടെ കിച്ചൂട്ട് നമ്മുടെ ഒരു ഫസ്റ്റത്തെ ബേബി ഉള്ളവർക്ക് മനസ്സിലാകും. പിന്നെ കാരണം ഫസ്റ്റത്തെ ബേബി നമ്മളോട് പറഞ്ഞുകൊണ്ട് നിൽക്കും, നെക്സ്റ്റ് എനിക്ക് അനിയത്തി വാവേനെ വേണം, എനിക്ക് അനിയൻ വാവേനെ വേണം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പറയും ഇനി ഒരു അനിയത്തി വാവയായിരിക്കും, അല്ലെങ്കിൽ മോനെ ഒരു അനിയൻ വാവയായിരിക്കും പിന്നെ ഉണ്ടാവുക എന്നൊക്കെ നമ്മളും ആശ കൊടുക്കും അവർക്ക്. അവർ പറയുന്ന കേട്ട് നമ്മളും ആശിക്കും, അങ്ങനെയൊക്കെ ആശിച്ചിട്ട് നിൽക്കും. അങ്ങനെയുള്ള സമയത്ത് ഇനി ഇതൊന്നും ഉണ്ടാവില്ലേ, പിന്നെ ഇനിയൊരു നെക്സ്റ്റ് കുട്ടി ഉണ്ടാവില്ലേ എന്നൊക്കെ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോയി. പിന്നെ എന്തോ ആവട്ടെ, നമ്മൾ റിസൾട്ടും കൊണ്ട് നമ്മൾ ഡോക്ടറത്തേക്ക് പോവാണ്. അപ്പോൾ തന്നെ നമ്മൾ ടെൻസ്ഡായിരുന്നു. അങ്ങനെ ഡോക്ടറത്തേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, ചെറിയ രീതിയിലാണുള്ളത്, PCOD ആയാലും ഫൈബ്രോയിഡ് ആയാലും ചെറിയ രീതിയിലേ ഉള്ളൂ, ഒന്നും പേടിക്കാനൊന്നുമില്ല.
ഇത് പിന്നെ ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇനി ശ്രദ്ധിക്കാം, ഇനി അങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എന്നോട് ചോദിച്ചു നെക്സ്റ്റ് സെക്കൻഡ് കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഞാൻ പിന്നെ കിച്ചൂട്ടനായി ഒരു 4 വയസ്സൊക്കെ ആവുന്ന സമയത്ത്, 5 ആ സമയത്ത് ഇനി സ്കൂളിലൊക്കെ പോയി തുടങ്ങി, ഇനിയൊരു ജോബ് കണ്ടെത്തി ഒരു ജോബ് ചെയ്യണം, അങ്ങനെ ഇനി ആ രീതിയിലേക്കായിരുന്നു ഞാൻ പോയത്. ഇനി ഇപ്പോഴേ ഒരു കുട്ടി വേണ്ട, ഇനി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം, വീട്ടിൽ ഇങ്ങനെ ഇരിക്കണ്ട എന്ന രീതിയിൽ ആ ഒരു മൈൻഡിൽ വെച്ചിട്ട് നിൽക്കായിരുന്നു ഞാൻ. നെക്സ്റ്റ് കുട്ടിയെക്കുറിച്ച് ചിന്ത ഉണ്ടായിരുന്നേ ഇല്ല എനിക്ക്. അപ്പോൾ പിന്നെ ഞാൻ ചാടിക്കയറി പറഞ്ഞു, ഇല്ല നെക്സ്റ്റ് കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മളിപ്പോൾ ഒരു കുട്ടി ആയി അതിൽ നിന്ന് റെസ്റ്റിൽ നിന്ന് നമ്മൾ വന്നതേ ഉള്ളൂ, നമ്മളൊന്ന് ഫ്രീ ആയി വന്നതേ ഉള്ളൂ. ഇനിയൊരു ജോബിലേക്ക് പോകണം, അല്ല വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന രീതിയിലേക്ക് ചിന്തിച്ച് നിൽക്കുമ്പോൾ സെക്കൻഡ് കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത്, പിന്നെ നെക്സ്റ്റ് കുട്ടിയെക്കുറിച്ച് സെക്കൻഡ് കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ട സമയമാണ്. കാരണം ഇത് ഫൈബ്രോയിഡിൻ്റെ PCOD ഉള്ളത് കൊണ്ട്, ഫൈബ്രോയിഡൊക്കെ വളരുന്നതൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. പിന്നെ ഏജ് നോക്കണം, പിന്നെ ഇപ്പോൾ കറക്റ്റ് ഏജാണ്, സെക്കൻഡ് കുട്ടിക്കുള്ള കറക്റ്റ് ഏജാണ്. പിന്നെ മോനും ഇപ്പോൾ വലുതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കറക്റ്റ് സമയമാണ്, സെക്കൻഡ് കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ചിന്തിക്കണം. കാരണം പിന്നെ അങ്ങോട്ട് ചിന്തിച്ചാൽ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, ഈ PCOD ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ പ്രഗ്നൻ്റ് ആവാൻ വൈകും എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും എൻ്റെ മൈൻഡിൽ അപ്പോഴും അങ്ങനെയൊന്നും ആയിരിക്കില്ല, പിന്നെ എന്തായാലും പ്രഗ്നൻ്റ് വേഗം തന്നെ ആകും എന്നൊരു രീതിയിലായിരുന്നു എൻ്റെ ചിന്ത. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മാരേജ് കഴിഞ്ഞ് 3 മാസം അല്ലെ 4th മന്ത് ആകുമ്പോഴേക്കും തന്നെ പ്രഗ്നൻ്റ് ആയി. വേറെ പ്രശ്നം ഭർത്താവിനില്ല, എനിക്കില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആയാലും ഇതും അങ്ങനെ തന്നെ ആവും എന്ന രീതിയിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഡോക്ടറാണ് പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ആയിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു. പക്ഷേ ഡോക്ടർ പിന്നെയും നമുക്ക് പറഞ്ഞു തന്നു, അങ്ങനെയല്ല, PCOD ഉണ്ടെങ്കിൽ എന്താ പറയുക, പ്രഗ്നൻ്റ് ആവാൻ വൈകും, പെട്ടെന്നൊന്നും പ്രഗ്നൻ്റ് ആവില്ല എന്ന രീതിയിലേക്ക് പോയി. പിന്നെ നമ്മൾ അവിടുന്ന് അപ്പോൾ എല്ലാം കേട്ട് തൃപ്തിയായി. നമ്മൾ എന്താ പറയുക, അവിടേക്ക് ഡോക്ടറത്തേക്ക് പോകുന്ന സമയം വരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല ഒരു നെക്സ്റ്റ് ബേബിയെക്കുറിച്ച്, ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഡോക്ടർ അത്രയും പേടിപ്പിച്ചതല്ല, പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇപ്പോഴും നമ്മളത് ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കത് ഏജും നോക്കണം, എല്ലാം നോക്കണം, അങ്ങനെ എന്ന രീതിയിലേക്കായി. അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടിട്ട് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആകാം നെക്സ്റ്റ് കുട്ടി എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പ്രഗ്നൻ്റ് ആകും, വേറെ പ്രശ്നം എന്താ പറയുക, ആദ്യത്തേതൊക്കെ വേഗമായില്ലേ, പിന്നെന്താ എന്ന രീതിയിലാവും. പക്ഷേ നമ്മൾ ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആവാത്ത രീതിയിലേക്ക് എത്തി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസമൊക്കെ ആയി, എന്നിട്ടും പ്രഗ്നൻ്റ് ആവുന്നില്ല. അപ്പോൾ ശരിക്കും ടെൻഷനായി, ഇനി പ്രഗ്നൻ്റ് ആവില്ലേ, ഇനി നെക്സ്റ്റ് കുട്ടി ഉണ്ടാവില്ലേ എന്ന രീതിയിലേക്ക് ടെൻഷൻ എത്തി. പിന്നെ കിച്ചുട്ടിൻ്റെ ഓരോ ചോദ്യം, എപ്പോൾ അനിയൻ വാവ വരുമോ, എപ്പോൾ അനിയത്തി വാവ വരുമോ എന്ന ചോദ്യം വരാൻ തുടങ്ങി. അപ്പോഴൊക്കെ എന്താ ആൻസർ അവർക്ക് കൊടുക്കേണ്ടത്, വരും മോനെ എന്ന് മാത്രം പറയും, പക്ഷേ എന്താ ആൻസർ കൊടുക്കേണ്ടത്, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ആദ്യമൊന്നും ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച്. പിന്നെ ഞാനത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര വിഷമം വരാൻ തുടങ്ങി. അപ്പോൾ ജോലിയും ഇതൊന്നും അല്ല മെയിനായിട്ടുള്ള കാര്യം, നമുക്ക് ഇതും വേണമല്ലോ, നമുക്ക് ഇതും നമ്മുടെ മെയിനായിട്ട് കാണേണ്ട കാര്യമാണ് എന്ന രീതിയിലേക്ക് എത്തി. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ഈ PCOD എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് മാറ്റിയെടുത്താൽ മതി എന്ന രീതിയിലേക്ക് എത്തി. പിന്നെ ഞാൻ കറക്റ്റായിട്ട് ഫുഡൊക്കെ ക്രമീകരിക്കാൻ തുടങ്ങി. പുറത്തുനിന്നുള്ള ഫുഡ് അത് കഴിക്കുന്നത്, പിന്നെ എന്താ പറയുക, വണ്ണം കുറയ്ക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പുറത്തുനിന്നുള്ള ഫുഡ് അതാണെങ്കിൽ കുറച്ച് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതുപോലെ എക്സസൈസ് ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒരാഴ്ചയൊക്കെ ഞാൻ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്ത് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ നമുക്ക് മടുക്കും. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിത് പിന്നെ ഞാൻ എക്സസൈസിനായിട്ടൊരു സമയം കണ്ടെത്താതെ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊരു എക്സസൈസ് എന്ന രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരങ്ങളിൽ മുറ്റത്തേക്കൂടെ നടക്കുക, ഓവറായിട്ടുള്ള എക്സസൈസ് ഒന്നുമില്ല, വൈകുന്നേരങ്ങളിൽ മുറ്റത്തേക്കൂടെ നടക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ചൊരു ആക്റ്റീവായിട്ട് ചെയ്യാം.
അങ്ങനെ ഒരു രീതിയിൽ. പിന്നെ വൈകുന്നേരം കിച്ചൂട്ടൻ എപ്പോഴും സൈക്കിൾ എടുത്തിട്ട് റോഡിൽ പോകാറുണ്ട്. സൈക്കിളും കൊണ്ട് റോഡിൽ പോകുമ്പോൾ ഞാനും പിറകെ പോകാറുണ്ട്. അപ്പോൾ സൈക്കിൾ എടുത്ത് ഓടിക്കുമ്പോൾ ഞാൻ കിച്ചുവിനോട് പറഞ്ഞിട്ട്, കിച്ചു നീ ഓടിച്ച് ഞാൻ പിറകിലേ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഓടിക്കുന്ന ആ ഒരു സ്പീഡിൽ ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പുറമേ കാണുന്നവർക്ക് ചിലപ്പോൾ അത്, പക്ഷെ ഞാനതൊരു എക്സസൈസ് ആയിട്ട്, ഞാനത് കാര്യമായിട്ട് തന്നെ സ്പീഡിൽ തന്നെ അവൻ ഓടിക്കുന്ന സമയത്ത് അവൻ്റെ പിറകെ തന്നെ ഞാനും സ്പീഡിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കാര്യമായിട്ട് തന്നെ PCOD എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം. അത്ര ആ സമയം വരെ പോലും, ഇതിന് മുന്നേ പോലും ഇപ്പോഴേ പ്രഗ്നൻ്റ് ആവേണ്ടായിരുന്നു ചിന്തിച്ച ആൾ എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയാൽ മതി എന്ന രീതിയിലേക്ക്, ഇതെന്ത് പ്രഗ്നൻ്റ് ആവട്ടെ എന്നുള്ള രീതിയിൽ ടെൻഷൻ നമുക്കുണ്ടാവുമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ പിന്നെ അത്രയും എക്സസൈസ് ഞാൻ പിന്നെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വൈകുന്നേരങ്ങളിൽ ഉള്ള സമയത്താണ് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു എക്സസൈസ് എന്ന രീതിയിൽ ഞാൻ കണക്കാക്കാറ്. ആ ഒരു നടക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടറെ അവിടുന്ന് കാണിക്കുന്നത് മാറ്റി. നമുക്ക് തോന്നി കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മൾ പിന്നെ ഒരു പ്രൈവറ്റായിട്ട് നമുക്ക് കാണിക്കാം. കുറച്ച് എന്താ പറയുക, ഒരു ഡോക്ടറൊക്കെ മാറ്റിയിട്ടൊന്ന് കാണിച്ച് നമുക്ക് നോക്കാം. കാരണം ഇത് റിസൾട്ട് വരുന്നില്ല, പ്രഗ്നൻ്റ് ആവുന്നില്ല, വേറൊരു ഒപ്പീനിയനും കൂടി നമുക്ക് നോക്കാം എന്ന രീതിയിൽ നമ്മൾ പിന്നെ അങ്ങനെയാണ് നമ്മൾ ലൂർദ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. ഈ ഡോക്ടറും അത് തന്നെ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല, ചെറിയ രീതിയിലേ ഉള്ളൂ, PCOD ആയാലും ഫൈബ്രോയിഡ് ആയാലും ചെറിയ രീതിയിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ പിന്നെ ഫുഡ് കൺട്രോളും എക്സസൈസും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കാര്യമായിട്ടുള്ള എക്സസൈസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവർ ഡോക്ടർ മെഡിസിൻ തന്നു, PCOD ചെറിയ രീതിയിലുള്ള മെഡിസിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്ടറെ കാണിച്ച് 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റായി. ആ 3 മാസമൊക്കെ ആകുമ്പോൾ PCOD മാറിക്കഴിയുമ്പോഴാണല്ലോ നമ്മൾ പ്രഗ്നൻസിയിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ PCOD എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ മറികടന്നു എന്ന് പറയാം. ഫുഡ് കൺട്രോൾ ചെയ്തിരുന്നു കേട്ടോ. ഫുഡ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എക്സസൈസ് നമ്മുടെ മൈൻഡിൽ കൊടുത്തു. എനിക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് മൈൻഡിലേക്ക് മാറ്റിയെടുത്തു. പിന്നെ അപ്പോൾ എനിക്ക് വെയിറ്റ് കുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെയിറ്റ് കുറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ എങ്ങനെയോ പ്രഗ്നൻ്റ് ആയി. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ട് പ്രഗ്നൻ്റ് ആയി എന്ന് കരുതിയിട്ട് ഡോക്ടർ ഇങ്ങനെ എല്ലാം ശരിക്കും നമുക്ക് പറഞ്ഞു തരും. പ്രഗ്നൻ്റ് ആയി എന്നതുകൊണ്ട് നമുക്കിത് ഉറപ്പിക്കാൻ പറ്റില്ല. ഫൈബ്രോയിഡൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊരു കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 3 മാസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കണം. മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിച്ച് കറക്റ്റ് ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് പോകണം. റെസ്റ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകണം. കാരണം 3 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് ആയി. അപ്പോഴും ടെൻഷനായി. ഇത്ര നാൾ പ്രഗ്നൻ്റ് ആവാതിരുന്നൊരു ടെൻഷനായിരുന്നു. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണിത് എന്നുള്ള രീതിയിലൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷേ ആ മെഡിസിനൊക്കെ കഴിച്ച് കറക്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തൊക്കെ പോയി. അങ്ങനെ 3 മാസം കഴിഞ്ഞ് സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടി ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മൾ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് ഈ ഫൈബ്രോയിഡും വളർന്നുകൊണ്ടേയിരിക്കും. ഫൈബ്രോയിഡും വളരും, നമ്മുടെ വയറ്റിലുള്ള ബേബിയും വളരും. അങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഫൈബ്രോയിഡ് അപ്പോൾ 3 മാസം വരെ നമ്മളിത് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന രീതിയിലേക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ 3 മാസം കഴിഞ്ഞ് റിസൾട്ട് സ്കാനിങ് റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫൈബ്രോയിഡും കൂടെ തന്നെ വളരുന്നുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുറച്ച് മാസം വരെ, ഈ 3 മാസം വരെ ഈ കുട്ടി അബോട്ടായി പോകാതിരിക്കാനുള്ള മെഡിസിൻ വരെ ഞാൻ കഴിച്ചിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭാഗ്യം നമ്മളെ തുണിച്ചു എന്ന് പറയാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം അപ്പോൾ തന്നെ ഡെലിവറിയുടെ സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഈ ഫൈബ്രോയിഡ് നമുക്ക് അപ്പോൾ തന്നെ എന്തായാലും സിസേറിയനാണ്. അപ്പോൾ സിസേറിയൻ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഫൈബ്രോയിഡ് നമുക്ക് അന്ന് തന്നെ എടുത്ത് കളയാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് തന്നെ പിന്നെ സിസേറിയൻ്റെ സമയത്ത് തന്നെ ഫൈബ്രോയിഡും എടുത്ത് കളയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ആ സമയത്ത് ഫൈബ്രോയിഡ് എടുത്ത് കളഞ്ഞ് പിന്നെ അത് നമുക്ക് ടെസ്റ്റിന് വിടും. നമ്മൾ ഫൈബ്രോയിഡ് എടുത്ത് കഴിഞ്ഞാൽ അത് മേജർ വേറെ പ്രശ്നങ്ങളുള്ളതാണോ, എങ്ങനെയുള്ളതാണ്, മുഴ
എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളത് ടെസ്റ്റിന് വിടും. അങ്ങനെ ടെസ്റ്റിന് വിട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടും കിട്ടി. അങ്ങനെ ആ റിസൾട്ടും കിട്ടിയപ്പോഴാണ് സമാധാനമായിട്ട്. ഇപ്പോൾ റിസൾട്ടും കൂടി വന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു അപ്പോഴൊക്കെ ഇത് ഫൈബ്രോയിഡും PCODയൊക്കെ പറയുമ്പോൾ അതും കംപ്ലീറ്റ് ആയി, അതിൻ്റെ റിക്കവറി അതിൽ നിന്ന് റിക്കവറായി, അതിൻ്റെ റിസൾട്ടും കൂടി കിട്ടിയിട്ട് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നതല്ലേ കൂടുതൽ നല്ലത്. അങ്ങനെ ഡോക്ടർ റിസൾട്ട് വന്നു. ഫൈബ്രോയിഡ് ഇതിന് അയച്ചു കൊടുത്തതിന് ശേഷമുള്ള റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് സംഭവം. എൻ്റെ PCOD ഫൈബ്രോയിഡ് സ്റ്റോറിയോട് പറയുകയാണെങ്കിൽ ഇത്രയാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ കല്യാണം കഴിയുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തന്നെ നമ്മൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇറഗുലറായിട്ട് പീരിയഡ്സിന് ഡേറ്റ് വരുന്ന സമയങ്ങളിൽ അങ്ങനെ ഈ മാസം പീരിയഡ്സ് വന്നു, പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് പീരിയഡ്സ് വരുന്നത്. അത് നിസ്സാരമായിട്ട് കാണരുത്, എന്തായാലും ഡോക്ടറെ കാണിക്കണം. പിന്നെയുള്ളത് കാര്യം എന്ന് വെച്ചാൽ ഈ പെയിൻ വരുന്ന സമയത്ത്, ഈ കല്യാണ മുന്നേ ഒക്കെ പീരിയഡ്സ് ആവുന്ന സമയത്ത് പെയിൻ വരുന്ന സമയത്ത് അത് സാരമില്ല, ഒരു 7 ദിവസമല്ലേ അല്ലെങ്കിൽ ഒരു 3 ദിവസമല്ലേ, അതങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് നിസ്സാരമായിട്ട് കാണരുത്. പെയിൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡോക്ടറെ കാണിക്കാം. ഡോക്ടർ പറയുമല്ലോ ഇത് സാരിയില്ല, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ചിലവർക്ക് ഉണ്ടാവും എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ എന്താ പറയുക, അത് കാണിക്കാതെ നിൽക്കരുത്. പെയിൻ ഇപ്പോൾ ഒരു 7 ദിവസമല്ലേ അല്ലെങ്കിൽ 3 ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് പെയിൻ ഉള്ളതും അതുപോലെ തന്നെ ഓവർ ബ്ലീഡിങ് അതുള്ളതും നമ്മൾ കാണിക്കാതെ വെക്കരുത്. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ് ഇതുപോലെ തന്നെയായിരുന്നു. ഞാനും സഹിക്കാം, കുറച്ച് ദിവസമല്ലേ സഹിക്കാം എന്ന് കരുതി ഞാനും ഇതിന് നിസ്സാരമായിട്ട് വിട്ടു. ചിലപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ ഇത് കാണിച്ചിരുന്നെങ്കിൽ എനിക്കും ഇത്ര ഫസ്റ്റ് തന്നെ 3.3 അങ്ങനെ എത്രയോ ചെറിയൊരു ഇതിലാണ് എനിക്ക് ഈ ഫൈബ്രോയിഡ് ഉണ്ടായത്. ചിലപ്പോൾ അതിന് മുന്നേ ഞാൻ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് മെഡിസിൻ കൊണ്ടൊക്കെ അത് റിക്കവർ ആകുമായിരുന്നു. പക്ഷേ ഇത് കുറച്ച് വൈകി അതെടുത്ത് കളയുന്ന രീതിയിലേക്ക് എനിക്ക് എത്തിയല്ലോ. അപ്പോൾ ഇത് അങ്ങനെ എനിക്ക് പറയാം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓവർ ബ്ലീഡിങ്ങോ മറ്റു കാര്യങ്ങളോ പെയിനോ വേറെ എന്ത് പ്രശ്നങ്ങളോ ഒക്കെ ആയിക്കോട്ടെ അത് കാണിക്കാതെ വെക്കരുത്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ബേബി ആയിട്ട് ഇനി എപ്പോഴൊന്നും വേണ്ട, ഇനി ഒരു കുട്ടി ആയി അതിൻ്റെ ഇപ്പോഴാണ് റെസ്റ്റ് കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്, ഇനി ഇപ്പോഴൊന്നും വേണ്ട, കുറേ കഴിഞ്ഞിട്ട് മതി, 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയുന്നത് നമ്മുടെ ഹെൽത്തും കൂടി നോക്കുക. നമ്മുടെ ഹെൽത്ത് നമ്മൾക്ക് പുറമേ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് കണ്ടില്ല എന്ന് നടിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഞാനും ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്. ആദ്യത്തെ കുട്ടി വേഗമായല്ലോ, രണ്ടാമത്തെ കുട്ടിയെ വേഗമാവും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനും ഉണ്ടായിരുന്നത്. ഇപ്പോഴൊന്നും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇങ്ങനൊരു സ്കാനിങ് ചെയ്തപ്പോഴാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. PCOD ഉണ്ട്, ഫൈബ്രോയിഡും ഉണ്ട് എന്ന കാര്യം അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ രണ്ടാമത്തെ കുട്ടിയല്ലേ എപ്പോഴൊന്നും വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒന്ന് ചെക്കപ്പ് ചെയ്യുക. നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഏജ് പ്രശ്നം ഒന്നും ഇല്ല എന്നൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മളത് കണ്ടില്ല എന്ന് എടുക്കരുത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞത്. ആ ഒരു PCOD ഉണ്ടാവുന്നവർക്ക് അറിയാം, അവരെത്രയോ പ്രാവശ്യം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് നിരാശപ്പെട്ടിട്ടുണ്ടാവും. പോസിറ്റീവ് ആവാതിരുന്നിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം, ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കണ്ടിട്ട് എനിക്ക് അത്രയും സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞാനൊന്നും ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് അയ്യോ നെഗറ്റീവായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടി വരും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അത്ര പോലും എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു. വേഗം തന്നെ ആദ്യത്തേത് വേഗം തന്നെ ആയില്ല, അപ്പോൾ രണ്ടാമത് വേഗം തന്നെ ആവുന്നൊരു ഇതിലായിരുന്നു ഞാൻ. നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് പെട്ടെന്ന് അങ്ങനെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ.
അതുകൊണ്ട് എനിക്ക് ഇതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് കുട്ടി ഇപ്പോഴേ വേണ്ട, എങ്ങനെയാണ് അങ്ങനെ ഇപ്പോൾ കുറച്ച് പറന്ന് നടക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർ നമ്മുടെ ഹെൽത്ത് നോക്കുക. ഹെൽത്ത് നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ, ഇതുപോലെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ ഓക്കെ, വേറെ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. പക്ഷെ എന്താ പറയുക, ഒരുപാട് വൈകിച്ചിട്ട് ഇതുപോലെ എന്നെപ്പോലെ അതിനുവേണ്ടി റിസ്ക് എടുക്കുന്ന രീതിയിലേക്ക് ആകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ തരുന്നു. കാരണം ഞാൻ എന്താണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചതെന്ന് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ എക്സ്പീരിയൻസ്, എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ കറക്റ്റായിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിൽ, പണ്ടൊക്കെ ഞാൻ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ കുറച്ചും കൂടി ചെറിയ രീതിയിലേക്ക് കൊണ്ടുവരാമായിരുന്നു. പിന്നെ ഇപ്പോഴേ പ്രഗ്നൻ്റ് ആകണ്ട എന്ന് പറഞ്ഞ് നടന്നാൾ പിന്നെ പ്രഗ്നൻ്റ് അങ്ങനെയെങ്കിൽ ആയാൽ മതി എന്ന് പറഞ്ഞ് അത്രയും ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക്. പിന്നെ ഈ ഫൈബ്രോയിഡ് കൊണ്ട് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അത് കുറേ മാനേജ് ചെയ്യണം. അതൊന്നും ഇല്ലാതെ നമുക്ക് ആദ്യമേ ചെക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്ന രീതിയിലാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതുകൊണ്ട് കുറച്ച് പേർക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. പിന്നെ ഇതുപോലെ PCOD കൊണ്ട് നടക്കുന്നവരുണ്ടാകും, ഫൈബ്രോയിഡ് കൊണ്ട് നടക്കുന്നവരുണ്ടാകും, പ്രഗ്നൻ്റ് ആകാതിരിക്കുന്നവരുണ്ടാവും, ഇനി ഫസ്റ്റ് കുട്ടിയായി നെക്സ്റ്റ് കുട്ടിയിലേക്ക് ചിന്തിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ നെക്സ്റ്റ് കുട്ടി ഇപ്പോഴൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ടാവും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്തായാലും. പിന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം പറയുന്ന പോലെ ടാറ്റ.